ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായി 11, 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. പ്രയാസത്തിലും കഷ്ടത്തിലും രോഗത്തിലും കടബാധ്യതയിലുമൊക്കെ പ്രയാസപ്പെടുന്ന പലരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഒന്ന് പറയാമോ? കർത്താവ് എനിക്ക് ആശ്വാസം നൽകും. കരമുയർത്തി എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഭൗതികമായ നമ്മുടെ ജീവിതത്തിൽ നാം അനുദിവസം ഓരോരോ വിഷയങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നവരാണ്. പുറത്ത് പറയാൻ പറ്റത്തില്ലാത്ത അനവധിയായ വിഷമങ്ങളുമായിട്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാവർക്കും അവരുടേതായ ഒരു രഹസ്യ അറയുണ്ട്. ആ രഹസ്യ അറ കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, പിതാവാകട്ടെ, മാതാവാകട്ടെ, ഗുരുവാകട്ടെ, ശിഷ്യനാകട്ടെ, ആരെങ്കിലും ഏതെങ്കിലും അവസ്ഥയിലിരിക്കുന്ന വ്യക്തിത്വത്തിനും ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. ആ രഹസ്യ അറ കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. പലപ്പോഴും ആ രഹസ്യ മണ്ഡലങ്ങളിൽ വലിയ വിഷമം അനുഭവിക്കുന്നവരാണ് നാമൊക്കെ. കഠിനത അനുഭവിക്കുന്നവരാ. എന്നാൽ കർത്താവിൻ്റെ വാഗ്ദത്തം ഓർത്തുകൊള്ളുക, എൻ്റെ അടുക്കൽ വരുന്നുവെങ്കിൽ, എന്നോട് ചേർന്ന് നുകം ചുമക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവമക്കളെ സംബന്ധിച്ച് ഇത് ആത്മീയം മാത്രമാണ്. വലിയ ഭൗതികമായ മണ്ഡലങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഇത് ദൈവത്തെ സംബന്ധിച്ചത് മാത്രമാണ്. ഭൗതികമായ വിഷയങ്ങൾ വേറെയാണ്. അല്ലെങ്കിൽ ഇത് ഞായറാഴ്ച ദിവസങ്ങളും അല്ലെങ്കിൽ ഉപവാസ ദിവസങ്ങളിലും മാത്രമുള്ള കാര്യങ്ങളാണ്. ബാക്കി സമയങ്ങളൊക്കെ ലോകസംബന്ധമായ വിഷയങ്ങളാണ്. ചുരുക്കം പറഞ്ഞാൽ ആത്മമണ്ഡലവും ശാരീരിക മണ്ഡലവും അല്ലെങ്കിൽ ഭൗതിക മണ്ഡലവും വേറെ വേറെ ആയിട്ട് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ഈ ആത്മമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളും നമ്മുടെ ശാരീരിക വിഷയങ്ങൾ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ, നമ്മുടെ കുടുംബ വിഷയങ്ങൾ, നമ്മുടെ സാമൂഹിക വിഷയങ്ങൾ, ജോലി, ഇതെല്ലാം ഈ ആത്മമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നതാണ്
എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഈ ഗ്രീക്ക് തിയോളജി എന്ന് പറയും, ഗ്രീക്കുകാരുടെ സിദ്ധാന്തം, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറഞ്ഞ വലിയ ചിന്തകന്മാർ യവനായ ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ട് അവരുടെ ഒരു ചിന്താഗതി എന്തെന്ന് വെച്ചാൽ സ്പിരിച്വൽ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളും ശാരീരിക കാര്യങ്ങളും വേറെ വേറെയാണ്. എന്നിട്ട് അവർ പഠിപ്പിച്ചു ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധമാണ്, ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ലോകത്തോടുള്ളതായ സംബന്ധത്തിലുള്ളതാണ് ശരീരം. അപ്പം ശരീരത്തിൽ തിന്മയാണ് കൂടുതലും വസിക്കുന്നത്, ശരീരത്തിൽ തിന്മ വസിക്കുന്നു, ഉള്ളത്തിലുള്ള ആത്മാവിൽ നന്മ വസിക്കുന്നു. ഇത് തമ്മിൽ വേറെ വേറെയാണ്. അതുകൊണ്ട് തിന്മയായ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതായ ഒരു സിദ്ധാന്തം. ഈ സിദ്ധാന്തം പ്രശ്നം ഉണ്ടാക്കിയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സഭാമണ്ഡലത്തിലും ഈ സിദ്ധാന്തത്തിൻ്റെ പല വഴികളും കയറി വന്നു. എന്നിട്ട് പഠനം എന്തെന്ന് വെച്ചാൽ ശരീരത്തിൽ തിന്മ വസിക്കാം, പാപം വസിക്കാം, കുഴപ്പമില്ല, ആത്മാവ് ദൈവസന്നിധിയിൽ നിന്നാ മതിയെന്ന്. എന്നാൽ ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, ആ സിദ്ധാന്തം ദൈവവചനപ്രകാരം തെറ്റാണ്. ആത്മാവിലുള്ളതായ ഒരു ജീവിതത്തിൽ ശാരീരിക മണ്ഡലവും ഉൾക്കൊള്ളുകയാണ്. ആത്മാവിലുള്ള ഒരു വിശുദ്ധീകരണത്തിൽ ശരീരത്തിൻ്റെ വിശുദ്ധീകരണവും ഉണ്ടാകുകയാണ്, ശരീരത്തിൻ്റെ ജയവും നൽകുകയാണ്. ആ ജയം കർത്താവ് നൽകിയതോർത്ത കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, കരമടിച്ച് സ്തുതിച്ചേ. ഒന്ന് വീണ്ടും പറയാം, ആത്മപ്രതലത്തിൽ, ആത്മമണ്ഡലത്തിലുള്ളതായ ജയത്തിൽ ശാരീരിക മണ്ഡലത്തിലുള്ളതായ സകല വിഷയത്തിൻ്റെ മേലും ജയമുണ്ട്. നിങ്ങളുടെ കടബാധ്യതകളുടെ മേൽ ജയമുണ്ട്, രോഗത്തിൻ്റെ മേൽ ജയമുണ്ട്, നിരാശകളുടെ മേൽ ജയമുണ്ട്, അസ്വസ്ഥതകളുടെ മേൽ ജയമുണ്ട്, ഭാരങ്ങളുടെ മേൽ ജയമുണ്ട്, ഭയത്തിൻ്റെ മേൽ ജയമുണ്ട്, ശാപത്തിൻ്റെ മേൽ ജയമുണ്ട്, അനർത്ഥങ്ങളുടെ മേൽ ജയമുണ്ട്. കർത്താവ് നമുക്ക് ജയം നൽകും. ഓ സ്തോത്രം. ഇന്ന് ഉറച്ചൊന്ന് വിശ്വസിക്കണം. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ഇത് 50 കിലോ ചാക്ക് അരിച്ചാക്ക് ചുമക്കുന്ന കാര്യമല്ല കർത്താവ് പറഞ്ഞു, ഹൃദയത്തിലുള്ള ഭാരമാണ്. രഹസ്യത്തിൻ്റെ ഉള്ളറയിൽ ഭാരം വഹിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, അസ്വസ്ഥതയാൽ ഉഴയുന്നവർ, കടബാധ്യതയിൽ കുടുങ്ങി നിൽക്കുന്നവർ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവർ, ദാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവർ, രോഗത്തിൻ്റെ പലവിധമായ നാൾ വഴിയിൽ ഉഴലുന്നവർ, അവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം, സമാധാനം നൽകാം, സൗഖ്യം നൽകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കണം, സഭ, കൊയിനോനിയ എന്നുള്ളതായ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സഭ. ഈ സഭയിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് മാത്രമല്ല, ആത്മാവിന് മാത്രമല്ല വിടുതൽ, രക്ഷ, നിങ്ങളുടെ
ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ജയമുണ്ട്, രക്ഷയുണ്ട്. ദൈവത്തിന് മഹത്വം. ശരീരത്തിന് രക്ഷയുണ്ട്, കുടുംബജീവിതത്തിൽ രക്ഷയുണ്ട്, കുഞ്ഞുങ്ങളുടെ മണ്ഡലത്തിൽ രക്ഷയുണ്ട്, ഭൗതിക മണ്ഡലങ്ങളിൽ രക്ഷയുണ്ട്, ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തയാൾക്ക് ഒരു കരം കൊടുത്തിട്ട് പറഞ്ഞ്, താങ്കളുടെ സർവമണ്ഡലങ്ങളിലും കർത്താവ് ജയം നൽകുമെന്ന് പറഞ്ഞേ. സർവമണ്ഡലങ്ങളും. ഞാൻ ഇന്ന് അല്പസമയം നിങ്ങളുടെ ഭൗതിക മണ്ഡലം, നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തെ പറ്റി ഒന്ന് അല്പമായിട്ടൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. അതിന് ബോൽബലമായിട്ട് ഒരു ഭാഗം വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. യേശുവാണ് സൃഷ്ടിതാവ്. യേശുവിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സാരാംശം. നാം കാണുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഒരു ഭാഗമേ കാണുന്നുള്ളൂ. കോടി മിൽക്കി താരാപഥങ്ങൾ തന്നെ ബില്യൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. കോടാനുകോടി. ഒരു താരാപഥത്തിൽ തന്നെ ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങൾ. അതിലൊരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ചെറിയ ഒരു ഗ്രഹം മാത്രം ഭൂമി. ഈ താരാപഥങ്ങളെയും പ്രപഞ്ചത്തെയുമെല്ലാം ദൈവം തൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഒരു കാര്യം നാം വിശ്വസിക്കണം, നമുക്കുള്ള സകലതും അതിൻ്റെ ഉടമ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നത് കേൾക്കാം, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ, ഇതെൻ്റെ അപ്പം തന്ന പൈസയായ, ഇതെനിക്ക് ദാനം കിട്ടിയ പൈസയായ. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്ഥലവും നമ്മുടെ വീടും നമ്മുടെ ജോലിയും നമ്മുടെ ആസ്തി മുഴുവൻ ആരുടെ വകയാ? യേശു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടിയല്ല ഭൂമി സൃഷ്ടിക്കപ്പെട്ട, യേശുവിന് വേണ്ടിയാണ്. യേശുവാണ് അധികാരി. ഒരു വാക്യം കൂടി വായിക്കാം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 10-14, സങ്കീർത്തനം 50, 10-12. ഇത് വായിക്കാം. 10-14. ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. സങ്കീർത്തനങ്ങൾ 50, 10-12 വരെ. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. മതി. ഈ വചനങ്ങളിൽ വ്യക്തമാണ്, ഇതെല്ലാം കർത്താവിൻ്റെ വകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചൊരു വിശ്വാസം വേണം, നമുക്ക് അനുഭവിക്കാൻ തന്നിരിക്കുന്നതെല്ലാം കർത്താവിൻ്റെ വകയാണ്. ആ ചിന്തയിൽ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ കർത്താവിന് പ്രഥമ സ്ഥാനം, അല്ലെങ്കിൽ കർത്താവിൻ്റേതെന്ന് കരുതി നാം നമ്മുടെ ഭൗതിക അല്ലെങ്കിൽ സാമ്പത്തിക വഴികളിൽ നാം ഹൃദയത്തെ ഒരുക്കി മുന്നോട്ട് പോകുവാനിടയായിത്തീരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഇതെല്ലാം കർത്താവിൻ്റേതെങ്കിൽ നമുക്ക് ആവശ്യം വേണ്ടുന്നതൊക്കെയും കർത്താവ് നമുക്ക് നൽകി തരും. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. മുൻപേ അവൻ്റെ രാജ്യവും അതോടുകൂടെ, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹമല്ല തരുന്നത്, നമ്മുടെ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ ആശകളൊക്കെ വേറെയാ. നമ്മൾ ഓൺലൈനിൽ ഒന്ന് കണ്ണോടിച്ചു പോകുമ്പോൾ വളരെ ആകർഷണീയമായ പല കാര്യങ്ങളും കാണും. അതൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ളതായ ഒരു ആഗ്രഹം, അത് ആശയാണ്. എന്നാൽ കർത്താവിന് ഇതിൻ്റെ എല്ലാം ഓണർ തൻ്റെ മക്കൾക്ക് ആവശ്യം വേണ്ടുന്ന കാര്യമുണ്ട്. അത് കർത്താവ് നമുക്ക് നൽകി തരും. വിശ്വസിക്കുന്നുവോ? കരം ഉയർത്തി പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നെന്ന്. ഉറക്കെ ഒന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ജോൺ മത്തായി സുവിശേഷം 6:33 ഒന്ന് വായിച്ചേ ഇംഗ്ലീഷിൽ. സീക്ക് ye first. പെട്ടെന്ന് ഒന്നല്ലേ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞിട്ട് ജോൺ വായിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷിൽ എങ്ങനെയാ? 6:33. ആ മലയിലെ പ്രസംഗത്തിൽ യേശു ഈ സാമ്പത്തിക വിഷയമാണ് പഠിപ്പിക്കുന്നത്. ഇത് സാമ്പത്തിക വിഷയം ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട് ബൈബിളിൽ. നിങ്ങളുടെ സമസ്ത വിഷയങ്ങളിലും, സാമ്പത്തികമായ, നിങ്ങളുടെ ശാരീരികമായ സകല വിഷയങ്ങളിലും കർത്താവ് ആവശ്യം വേണ്ടുന്നത് തരും. പക്ഷേ കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. കർത്താവിൻ്റെ രാജ്യത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. ദൈവവചന ഉപദേശങ്ങൾക്ക് പ്രഥമ സ്ഥാനം കൊടുക്കണം. കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ആശയല്ല, ഞാൻ വീണ്ടും പറയാം, ആശ പൊട്ടിമുളച്ചിട്ട് അത് വലിയ ദുരാശയായിട്ട് പലവിധമായ പാപങ്ങളും വന്നു വീഴാം. എന്നാൽ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരും, നിശ്ചയമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന് വായിച്ചേ. സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ്. ഓൾ ദീസ് തിങ്സ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിരിക്കുക, നമുക്ക് കുടിപ്പാനും ഭക്ഷിപ്പാനും ധരിപ്പാനുമുള്ളതായ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ സമയം ഉത്ബോധിപ്പിക്കുകയാണ്. എല്ലാം കർത്താവിൻ്റേതെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ആവശ്യം വേണ്ടുന്നത് കർത്താവ് നമുക്ക് നൽകുകയും അതിൽ നാം സംതൃപ്തി ഉൾക്കൊള്ളുവാനും കർത്താവ് ഇടയാക്കും. കണ്ടന്റ് എന്ന് വെച്ചാൽ സംതൃപ്തി എന്ന് ഉറച്ചു പറഞ്ഞ് അടുത്ത ആളോട് പറഞ്ഞ്, ഉള്ളത് കൊണ്ട് സംതൃപ്തിയാകണം താങ്കൾ എന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറച്ചു കാലം കുറച്ച് കാര്യങ്ങൾക്ക് അത് അധികാരിയായിട്ട് വെച്ചിട്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം യജമാനൻ അങ്ങേരത് നോക്കിക്കൊള്ളും. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ബന്ധവും യേശുവിൻ്റെ രാജ്യവുമായിട്ട് ബന്ധമാണ്. രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു രാജാവായിട്ടുള്ള ഭരണം. നാം സഭയിൽ കടന്നു വന്നപ്പോൾ എന്ന് വെച്ചാൽ യേശുവിൽ വിശ്വസിച്ചിട്ട് ഈ രാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സകല ശാരീരിക വിഷയം, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവ് ഉത്തരവാദിത്വം എടുക്കുമെന്ന്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.
പിന്നെ എന്തിനാ നമുക്ക് ചില കഷ്ടങ്ങളൊക്കെ വരുന്നത്? ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെയും വരും. ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ കീഴിൽ പല പുതിയ പുതിയ റൂളുകളൊക്കെ കടന്നു വരിക. സഭയുടെ കാര്യങ്ങളിൽ, സുവിശേഷീകരണത്തിൻ്റെ കാര്യങ്ങളിൽ, ഈ കണക്കുകളുടെ കാര്യങ്ങളിൽ ഒക്കെ വലിയ വലിയ പല പല റൂളുകൾ വരും. അത് നമ്മെ തല്ലൊക്കെ കഷ്ടത്തിലാക്കും. ആ കഷ്ടത്തിലാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് പഠിക്കുമ്പോൾ അറിയാം. എബ്രായ ലേഖനം 12:6 അതിൻ്റെ 10, 11 ഒന്ന് വായിക്കാവോ? എബ്രായ ലേഖനം 12-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 6-ാം വാക്യം. 12-ാം അധ്യായം 6-ാം വാക്യം. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? 10-11 വാക്യം. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പോൾ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ കർത്താവ് ചില ശിക്ഷണ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആ ശിക്ഷ നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ പിതാവ് നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് നാം ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഒരു ശിക്ഷണ നടപടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്നേഹമയിയായ കർത്താവല്ലേ പിതാവ് നമ്മെ അധികം വിശുദ്ധീകരണത്തിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി ആ ശോധനയിൽ കൂടി കടത്തിവിടുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ശോധന, കർത്താവിൻ്റെ ടെസ്റ്റിംഗ്, ശോധന സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, താൻ കൊള്ളാവുന്നവനായി കർത്താവ് തിരഞ്ഞെടുക്കുകയാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, കർത്താവ് ചെത്തും ചിലപ്പോൾ. വായിക്കാമോ? 15-ാം അധ്യായം 1-2 വാക്യം. ഈ ഏലകൃഷി കണ്ടിട്ടുള്ളവർക്കറിയാം, പ്രൂണിങ് എന്ന് പറയാം. വേറെ പലതിനും കൊണ്ട് കുറച്ച് ചെത്തും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ചെത്തിവെടിപ്പാക്കുക, പ്രൂണിങ് പ്രോസസ് ഉണ്ട്. സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിച്ച് കായ്ക്കാത്ത ചില ഭാഗങ്ങളൊക്കെ കർത്താവ് ചെത്തിക്കളയും. അപ്പോൾ കുറച്ച് വേദനയൊക്കെ അനുഭവിക്കും. സാരമില്ല, അധിക ഫലം കായ്പാനാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുന്തിരിവള്ളി നമുക്ക് അധികം പരിചയമില്ല, എന്നാൽ പരിചയമുള്ള പല കൃഷികളും ഉണ്ട്. നമുക്ക് ആ കൃഷിയൊക്കെ പ്രൂൺ ചെയ്യും നല്ല കൃഷിക്കാരൻ. എന്തിനു വേണ്ടിയാ? അധിക ഫലം കായ്പാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് പ്രോസസ് ഉണ്ട് കർത്താവിന്. ആ പരിശോധനയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ചില കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ കർത്താവ് അത്യന്തമായിട്ട് അധിക ഫലം കായ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം നന്മയ്ക്കായിട്ട് തന്നെയാണ്. ഒന്ന് പറയാമോ? എല്ലാം നന്മയ്ക്കായി. അടുത്ത ആളോടൊന്ന് കൈ കൊടുത്തേച്ച് പറഞ്ഞ എല്ലാം നന്മയ്ക്കായിരുന്നു. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിലുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 8-ന്റെ 28.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലതും നന്മയ്ക്കായി. ദൈവമക്കളായ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നമുക്ക് നന്മയ്ക്കായി കൂടി വരുത്തി. ഇത് നാം ഉറച്ചു വിശ്വസിക്കണം. നമ്മെ താളടിയാപ്പാൻ, തകർക്കുവാൻ നമ്മുടെ പിതാവായ കർത്താവ് അനുവദിക്കയില്ല. നമ്മളെ ഒരു കുടുക്കിലാക്കിക്കൊണ്ട് അനാഥരാക്കുവാൻ കർത്താവ് വിടത്തില്ല. നമ്മെ വിടുവിക്കും, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും, സമാധാനത്തിലേക്ക് നയിക്കും, ആശ്വാസത്തിലേക്ക് നയിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഉറക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഈ വഴി ഞെരുക്കവും ഇതിൽ കൂടി കടക്കുന്നവർ ചുരുക്കവുമാണ്. ഈ വഴിയിൽ കൂടി ക്രൂശും എടുത്തോണ്ട് വേണം നടക്കാൻ. ഈ ക്രൂശും എടുത്തോണ്ട് നടക്കുമ്പോഴും സംഗതിയുടെ യഥാർത്ഥമായ സത്യം എന്തെന്നാൽ യേശു ഈ വഴി കൂടിയാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശാലമായ വഴിയിൽ ധാരാളം പേര് പോകുക. അവിടുത്തെ ദുഃഖകരമായ വിഷയം എന്നാന്ന് വെച്ചാൽ ആ വഴിയിൽ യേശുവില്ല. സകലത്തിൻ്റെ മേലും ജയം നൽകുന്ന കർത്താവുണ്ട് നമ്മോട് കൂടെ. ആ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം ജീവിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വരുത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ രഹസ്യമണ്ഡലങ്ങളിലുള്ളതായ നിങ്ങളുടെ ആ ദുഃഖത്തിൻ്റെ മേൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ, നിങ്ങളുടെ ആകുലതകളുടെ മേൽ, നിരാശകളുടെ മേൽ, ദുഃഖങ്ങളുടെ മേൽ കർത്താവ് ജയം നൽകുമെന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഒന്ന് ഹല്ലേലൂയ. പ്രകാശമാനമായി കർത്താവ് കടന്നു വരും. അന്ധകാരത്തെ ഒക്കെയും കർത്താവ് മറിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ളവർക്ക് നമ്മുടേതായ വ്യഥകൾ മനസ്സിലാകത്തില്ല. ചിലപ്പോൾ നാം തന്നെ ചിന്തിക്കും, ഓ ഈ വിഷയത്തിൽ ഞാൻ മുങ്ങിപ്പോകുമെന്ന്, ഞാൻ തകർന്നു പോകുന്നു. ഒരു നാളുമില്ല. കർത്താവ് സമാധാനം നൽകും നിശ്ചയമാണ്. കർത്താവ് ഒരു വിശ്രാമം നൽകും നിശ്ചയമാണ്. കർത്താവ് സൗഖ്യം നൽകും നിശ്ചയമാണ്. സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ കർത്താവ് ജയം നൽകുമെന്ന് ഉറച്ചൊന്ന് കർത്താവിൻ്റെ മേൽ വിശ്വസിക്കണം. ഞങ്ങൾ ഈ മിഷനറി ജീവിതത്തിൽ വലിയ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക കഷ്ടങ്ങൾ കയറിയു. അവിടെയൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയത്തില്ല എങ്ങനെ കർത്താവ് വിടുവിച്ചു എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രസംഗിക്കുന്നത്, ധാരാളം സമയം പ്രസംഗിക്കുന്നത് നിങ്ങളെക്കാളും എല്ലാം വളരെ താഴേക്കിടയിൽ വിദ്യാഭ്യാസമുള്ളവരും ജീവിത നിലവാരമുള്ളവരോടാണ്. അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് ജീവിതത്തിൻ്റെ പ്രധാന പങ്കും ശുശ്രൂഷിച്ചു വന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലായത്, അവരുടെ ജീവിതത്തിലും ശുശ്രൂഷിച്ച ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതകരമായ ജയങ്ങളും വിടുതലും നൽകി. കർത്താവ് നിങ്ങളെയും വിട്ടുവീഴ്ച അനുഗ്രഹിക്കും.
അടുത്ത ആളോടൊന്ന് ഉറച്ച വിശ്വാസത്തോടെ എന്ന് പറഞ്ഞ് കർത്താവ് താങ്കളെ വിടുവിച്ച് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ്. ലോർഡ് വിൽ ഡെലിവർ യു എന്ന് പറഞ്ഞ്. കർത്താവിൻ്റെ രാജ്യം അന്വേഷിച്ചാൽ മതി. കർത്താവിന് പ്രഥമ സ്ഥാനം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊയിനോനിയയിൽ ആത്മസംബന്ധമായ വിഷയം മാത്രമല്ല, ശാരീരിക സംബന്ധമായ വിഷയത്തിന് ജയമുണ്ട്. സഭയാണ് നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും സെൻട്രൽ പോയിന്റ്, അടിസ്ഥാനം. ഇത് ഞായറാഴ്ചയോ, ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകമായിട്ടുള്ള കൂട്ടായ്മയിൽ മാത്രമുള്ളതല്ല. നിങ്ങളതൊന്ന് ഹൃദയത്തിൽ ഉൾക്കൊണ്ടേ നിങ്ങളുടെ സകല കുടുംബജീവിതം, സാമൂഹിക ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഭാവി, ഇതെല്ലാം സഭയെ ആശ്രയിച്ച. ഒരാമേൻ പറയാമോ? ഉറച്ചു പറയണം. അപ്പോൾ ഈ സഭയ്ക്ക്, ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ പ്രഥമ സ്ഥാനം കൊടുക്കണം. കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. താനാണ് ഇതിൻ്റെ എല്ലാം അധികാരി എന്നുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഞാൻ ഉദാഹരണം പറയാം. ആ ഉൽപ്പത്തിയുടെ പുസ്തകം എടുക്കാം, 22-ാം അധ്യായം, അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം എബ്രഹാമിൻ്റെ വിഷയമാണ്. ദൈവം എബ്രഹാമിന് വാഗ്ദത്തത്തിൽ മകനെയൊക്കെ കൊടുത്തു, ഇസഹാക്കിനെ. എന്നിട്ട് ദൈവം പറയുക, ഈ മകനെ എനിക്ക് മോരിയ മലയിൽ നീ കൊണ്ടുവന്ന്, എന്നിട്ട് ഈ മകനെ എനിക്ക് യാഗമായി നൽകണമെന്ന്. ഒന്ന് വായിക്കാം. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്നരുളി ചെയ്തു. ഹോമയാഗം കഴിക്കണമെന്ന് വിവരമുള്ള, ഇപ്പം ഒരപ്പനും സമ്മതിക്കുകയല്ല. ദൈവത്തോട് പല ചോദ്യങ്ങളും ചോദിക്കുക എബ്രഹാം. എന്നാൽ ആ സമയമായപ്പോഴത്തേന് താൻ വിശ്വാസത്തിൽ ഉറച്ചു. മാനുഷികമായി എന്ത് മണ്ടത്തരമാണെങ്കിലും, ലോജിക്കലി എന്ത് മണ്ടത്തരമാണെങ്കിലും അത് ഞാൻ ചെയ്യുവാൻ തയ്യാറ്. ദൈവം പറയുകയാണെങ്കിൽ അത് ഞാൻ തയ്യാറാണെന്നുള്ളതായ ഒരു മാനസിക അവസ്ഥ എബ്രഹാമിന് അന്നുണ്ടായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മകനെയും പിടിച്ചുകൊണ്ട് മലയിൽ പോയി. ഈ മകൻ കുഞ്ഞു പയ്യനൊന്നുമല്ല, ഏതാണ്ട് 30-33 വയസ്സുള്ളതായ ഒരു യുവാവായി തീർന്നു. ബലിഷ്ഠനായ ഒരു യുവാവ്. ഈ മകൻ അനുസരിച്ചു. ഈ മകനെ യാഗം കഴിപ്പാൻ ആയുധം ഉയർത്തിയപ്പോൾ ദൈവം തടഞ്ഞു, ദൂതനെ വിട്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിൻ്റെ 16-17 ഒന്ന് വായിക്കാമോ? നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ ഈ കാര്യം, എബ്രഹാമേ, നീ ഈ കാര്യം ചെയ്യുവാൻ ഉദ്യമിച്ചതുകൊണ്ട്, ഈ പറഞ്ഞ കാര്യം നീ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളോട് പറയുന്നത് അനുസരിക്കുന്നുവെങ്കിൽ
നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളിലൊക്കെയും കർത്താവ് വലിയ ഐശ്വര്യം നൽകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ രോഗങ്ങളുടെ മേൽ കർത്താവ് ജയം നൽകും. നിങ്ങളുടെ സാമ്പത്തിക കഷ്ടങ്ങളുടെ മേൽ കർത്താവ് ജയം നൽകുമെന്ന് ആ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഞങ്ങൾ ഏതാണ്ട് 34 വർഷങ്ങൾക്ക് മുമ്പ് പോയ ഒരു ഗ്രാമം അടിമകളായിരുന്നു അന്ന്. അവിടെ രാജകുലമുണ്ട്, രാജലൂസ് എന്ന് പറയും. അവർക്ക് അടിമയായിട്ട് പണിയുന്നവരുടെ മധ്യത്തിലേക്കാണ് ഞങ്ങളെ അയച്ചത്. ഇന്നിപ്പം അവർ സാമ്പത്തികമായും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവർ ഉയർന്ന നിലയിലായിട്ട് പല രാജലൂസിനെയും അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുന്ന അവരാ. നിങ്ങളുടെ സകലവിധമായ ഭൗതിക വിഷയങ്ങളുടെ മേലും കർത്താവ് ജയം നൽകും. കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുത്താൽ മതി. ദൈവവചനവും പ്രാർത്ഥനയും കൂട്ടായ്മയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ലാത്തതായ ഒരു സംഭവമാക്കി മാറ്റണം. ഇവിടെ പാസ്റ്റർ പറഞ്ഞില്ലേ, ദിവസം 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കൂട്ടായ്മയിൽ വരണം. ഈ കൂട്ടായ്മ, ഈ സഭ നിങ്ങൾക്ക് വിടുതലായിത്തീരും. സകല ബന്ധനങ്ങളെയും തകർക്കുമെന്ന്. അന്യായ ബന്ധനങ്ങൾ തകർന്നു പോകും. നുകത്തിന്റെ അമ്മിക്കയറുകൾ വിട്ടറ്റു പോകും. ആ കർത്താവിനെ മഹത്വപ്പെടുത്താവുന്ന എബ്രഹാമിനോട് പറയുകയാണ്, എബ്രഹാമേ, നീ ഈ വിശ്വാസത്തിന്റെ കാര്യം ചെയ്തത് കൊണ്ട് നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ജീനിയോളജിയിൽ വരുന്നതായ യേശുക്രിസ്തു ആകുന്ന സന്തതി മുഖാന്തരം ഈ ഭൂമിയെ മുഴുവൻ അനുഗ്രഹിക്കുമെന്നോ. നാം ആയിരിക്കുന്ന ആ വാഗ്ദത്തത്തിന് കീഴില. ആ മോരിയ മലയിൽ വെച്ച എബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് കീഴിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഒലിവ് വൃക്ഷത്തോട് ചേർന്ന് ഒട്ടിച്ചിരിക്കുന്നതായ ശാഖകളാണ് നാം ഓരോരുത്തരും. ആ വലിയ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് കീഴിൽ നാം ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചുവല്ലോ. എത്ര മാത്രം കർത്താവിനെ മഹത്വപ്പെടുത്താം. വേറൊരു വാക്യം കൂടി വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 24-25 വാക്യം. ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ ഭാഗങ്ങളാണ്. ജോസഫ് മരിക്കാൻ പോവുകയാണ്. 50-ാം അധ്യായം 24-25 വാക്യങ്ങൾ. അനന്തരം യോസേഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്നോ താൻ അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. നമുക്കറിയാം ജോസഫിന്റെ ചരിത്രം. വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. തന്നെപ്പറ്റി കളങ്കമായിട്ടൊന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. താനൊരു ടീനേജർ ആയപ്പോൾ അടിമയായിട്ട് ഈജിപ്തിലേക്ക് പോയ, എന്നുവെച്ചാൽ തൻ്റെ സഹോദരന്മാർ ഇങ്ങനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഇടപെട്ടിട്ട് ഈ ഇസ്മേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിലേക്ക് പോകുന്നതായ വ്യാപാരികൾക്ക് വിറ്റു. ഇങ്ങേരവിടെ അടിമയായിട്ടാണ് ചെല്ലുന്നത്. അവിടെ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ
കാര്യവിചാരകനായിട്ട് ജോലി ചെയ്യവയെ തന്നെ അവിടെ ഒന്ന് ഓടിച്ചു. അന്യായമായിട്ട് പാപത്തിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് തന്നെ ഓടിച്ചിട്ട് താൻ ഇപ്പോൾ ജയിൽ പുള്ളിയായി. അപ്പോൾ അടിമയാണ്, ജയിൽ പുള്ളിയാണ്. പോകുന്ന വഴിയൊന്ന് നോക്കണം. പോകുന്ന ശോധന, ടെസ്റ്റിങ്, ഇതൊരു തൻ്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റിംഗ് ആണ്. ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ് ദൈവം തന്നോട് സംസാരിക്കുന്നുണ്ട്. ഇതൊരു ശോധനയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതായ ചില കഷ്ട സമയങ്ങളാണ്. ഇത് നല്ലതിനു വേണ്ടിയാണ് എന്ന് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെ ഞാൻ ധരിക്കുക. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വിഷയം, താൻ അടിമയായിരുന്നപ്പോഴും താൻ ജയിൽ പുള്ളി ആയിരുന്നപ്പോഴും ദൈവത്തിനെതിരെ പാപം ചെയ്തില്ല. ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു വിഷയം, കർത്താവിനെ കൈവിടരുത്. പ്രൈസ് ദി ലോർഡ്. സകല ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കുമെന്ന്. 30 വയസ്സായി ജോസഫിന്. ഫറവോൻ സ്വപ്നങ്ങൾ കണ്ടു. ഒറ്റ ഒരു മന്ത്രവാദിക്കോ ശകുനവാദിക്കോ ഈ സ്വപ്നം ഏതാണെന്നോ അതിൻ്റെ അർത്ഥമോ പറയാൻ പറ്റിയില്ല. ദൈവാത്മാവിനാൽ അഭിഷക്തനായ ജോസഫ് ഫറവോനോട് സ്വപ്നത്തിൻ്റെ അർത്ഥവും പറഞ്ഞു. One day God lifted him as the prime minister of the empire. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുവാൻ ദൈവം ജോസഫിനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ കൊയ്നോനിയായിൽ, ഈ കൂട്ടായ്മയിൽ അടിയുറച്ചു നിൽക്കുന്നുവെങ്കിൽ, ബന്ധപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ, കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, രാജ്യത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, കർത്താവ് നിങ്ങളുടെ സകല ഭൗതിക മണ്ഡലങ്ങളിലും ഐശ്വര്യം നൽകും, അനുഗ്രഹിക്കും, വിടിവിക്കും. ഹല്ലേലൂയ. പിന്നീട് നിന്നത് എത്ര വർഷക്കാലമായി? ഇപ്പോഴും പറഞ്ഞില്ലേ, 80 വർഷക്കാലം. കഷ്ടമനുഭവിച്ചത് കുറച്ചു വർഷം. നീണ്ട വർഷങ്ങൾ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി നിന്നു. അധിപതിയായി നിന്നപ്പോഴും അതൊന്നും തൻ്റെ ആത്മീയ മണ്ഡലത്തെ തെല്ലുപോലും മങ്ങലേൽപ്പിച്ചിട്ടില്ല. മരിക്കുന്ന സമയത്ത് പറയുകയാണ്, ഈ ദേശം നമ്മുടെ അല്ല, നമ്മുടെ ദേശം പലസ്തീൻ ദേശമാണ്, കാനാൻ ദേശമാണ്. ദൈവം പിതാക്കന്മാർക്ക് ഒരുക്കി വെച്ചതായ, അവരോട് വാഗ്ദത്തം ചെയ്തതായ ദേശമാണ്. ആ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കും. 5 അപ്പവും 2 മീനും ലക്ഷങ്ങൾക്ക് സമൃദ്ധിയോടെ കൊടുത്ത കർത്താവാണ്. വലതുവശത്ത് വല വീശിയപ്പോൾ 153 പെരുത്ത മീൻകൂട്ടം നൽകിയ കർത്താവാണ്. കാനാവിലെ വിവാഹ വിരുന്നില് സമൃദ്ധിയായ വീഞ്ഞു കൊടുത്തതായ കർത്താവാണ്. നിങ്ങളുടെ ചെറുതും വലുതുമായ, നമ്മുടെ ചെറുതും വലുതുമായ സകല വിഷയത്തിൻ്റെ മേലും കർത്താവ് അത്ഭുതം ചെയ്യും. പ്രപഞ്ചത്തിൻ്റെ അധികാരിയായ കർത്താവ് നമ്മെ വിടുവിക്കും, സമാധാനം നൽകും. കർത്തൃ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കേട്ടല്ലോ, ആത്മാവിനെ സംബന്ധിച്ചതായ വിഷയങ്ങളിൽ
നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങളും ഇൻക്ലൂഡഡാണ്. ഇത് സെപ്പറേറ്റ് അല്ല. ആത്മാവിന് അല്ലെങ്കിൽ വചന സംബന്ധമായ വിഷയങ്ങൾക്ക്, കൂട്ടായ്മ സംബന്ധമായ കൊയിനോനിയ, കൂട്ടായ്മയിൽ ദൈവവചനമുണ്ട്, അപ്പസ്തോലിക വചനമുണ്ട്, കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. വചനവും പരിശുദ്ധാത്മാവും നിങ്ങളുടെ ശാരീരികമായ സകല ബന്ധനങ്ങളെയും തകർക്കുമെന്ന്. രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകും. കടബാധ്യതകളിൽ നിന്ന് കർത്താവ് വിടുവിക്കും. ഭാരങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ച് സമാധാനം നൽകും. നിരാശകളിൽ നിന്ന് വിടുവിക്കും. ആവശ്യം വേണ്ടുന്നത് കർത്താവ് നൽകും. ദുരാശകളെ മാറ്റിയിട്ട് ആവശ്യങ്ങൾക്ക് കർത്താവ് കൂടെ നിൽക്കും.